Once again, welcome back to Nandus Kitchen. Nandus Kitchenile ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ഗുജറാത്തി ട്രഡീഷണൽ സ്വീറ്റ് ആയ മോഹൻദാൽ ആണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ള മോഹൻദാൽ ഉണ്ടാക്കുന്നതും വളരെ എളുപ്പമാണ്. മോഹൻദാലിലെ പ്രധാന ഘടകം കടലപ്പൊടിയാണ്. അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുത്ത കടലപ്പൊടി വേണം എടുക്കുവാൻ. 3 കപ്പ് കടലപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാലും 1/4 കപ്പ് നെയ്യും ചേർത്ത് നന്നായി കൈകൊണ്ട് കുഴച്ചെടുക്കുക. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ 1 കപ്പ് നെയ്യ് ഒഴിക്കുകയാണ്. ഇനി ഇതിലേക്ക് കുഴച്ചു വെച്ച കടലമാവ് മിശ്രിതം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. തീ ഒരു മീഡിയത്തിൽ വെക്കുവാൻ ശ്രദ്ധിക്കണം. ഒരു 10 മിനിറ്റ് നെയ്യിൽ കിടന്ന് കടലപ്പൊടി മിശ്രിതം ഫ്രൈ ആകണം. ഇപ്പോൾ ഇതിൽ 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. തുടർച്ചയായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ 1/2 കപ്പ് വെള്ളം ചേർത്ത് അതിൽ 1/2 കപ്പ് പഞ്ചസാര ചേർക്കുക. തീ ഒരു മീഡിയത്തിൽ വെച്ച് പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് സാഫ്രോൺ കളറും 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും ചേർക്കുക. തൊട്ടു നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിൽ വേണം പഞ്ചസാര പാനി തയ്യാറാക്കുവാൻ. ഇനി ഈ പഞ്ചസാര പാനിയിലേക്ക് ഫ്രൈ ചെയ്ത കടലപ്പൊടി ചേർക്കുക. തുടർച്ചയായി ഇളക്കിക്കൊണ്ടേയിരിക്കുവാൻ ശ്രദ്ധിക്കണം. അടുപ്പിൽ നിന്ന് വിട്ടുവരുന്ന ഈ പരുവമായാൽ ഒരു 5 മിനിറ്റ് കൂടി വേവിക്കണം. ഒരു ട്രേയിൽ എണ്ണ തടവി ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത് അതിലേക്ക് ഈ മിശ്രിതം ഒഴിച്ചു കൊടുക്കുക. മുകൾ ഭാഗം ഒരേ ലെവലിലാക്കി നല്ല ഷേപ്പ് വരുത്തുക. ഒരു 4 മണിക്കൂറിന് ശേഷം ഇത് ട്രേയിൽ നിന്ന് പുറത്തെടുക്കുകയാണ്. ഇതിനു മുകളിൽ സിൽവർ ഷീറ്റ് ഒരു ഭംഗി കിട്ടാൻ വേണ്ടി പതിപ്പിക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ഇത് കൂടാതെ ബദം, പിസ്ത എന്നിവയും അലങ്കരിക്കുവാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതാ മോഹൻദാൽ കഴിക്കാൻ തയ്യാറായി കഴിഞ്ഞു. ഈ സ്വീറ്റ് എല്ലാവർക്കും ഇഷ്ടമാകും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഫാമിലിയിൽ അംഗമാവുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.